ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് അധികം ട്രേഡിംഗ് ഡേയ്സ് കിട്ടിയില്ല, 4 ദിവസം മാത്രമാണ് കിട്ടിയത്. എങ്കിലും ഇന്ന് ഈ ആഴ്ചയിലെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. സോ നിഫ്റ്റി 50 24,400 മുകളിലേക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 24,000 പൊട്ടി താഴോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വലിയ വീഴ്ചയുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 24,400 മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. 24,000-ൻ്റെയും 24,400-ൻ്റെ ഇടയിലാണെങ്കിൽ അതൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് തരിക. എന്തായാലും ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓല ഇലക്ട്രിക്കൽ, ഹിന്ദുസ്ഥാൻ സിങ്ക്, പവർ മെക് പ്രൊജക്ട്സ്, KNR കൺസ്ട്രക്ഷൻ, ഗ്ലെൻമാർക്ക് ഫാർമ, ഇത്രയും സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് കംപ്ലീറ്റ്ലി ഗ്രീനാണ്, യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി, അതായത് US മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനാണ്, യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനാണ്. ഡോ ജോൺസ് 1.39% ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ എല്ലാത്തിലും തന്നെ ഇവിടെ നെസ്ഡാക്ക് 2.34% ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിന് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. സോ പെട്ടെന്നൊന്നും ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. ദെൻ യൂറോപ്യൻ മാർക്കറ്റ്, ഇതിലുള്ള എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. സാധാരണ ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനോട് ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാറുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത് 24,145-ലാണ്. ഇന്ന് ഓപ്പൺ ആയത് 24,355-ലാണ്. 210 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും പതുക്കെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 7 പോയിൻറ്റ് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഹ്യൂജ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. സോ നമ്മുടെ നിഫ്റ്റിയും 24,000-ൻ്റെ ലെവലിലേക്ക് കയറി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ഇതിൽ നോർമലി വേൾഡ് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, അതിനുശേഷം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇറങ്ങി വരിക എന്നുള്ള ഒരു രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. എന്തായാലും ഒരു കൃത്യമായ വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ ഡാറ്റ, ഇന്ന് റിലീസ് ചെയ്യുന്ന ഗ്ലോബൽ ഡാറ്റ നോക്കാം. USA ഫെഡ് ബാലൻസ് ഷീറ്റ്, ജപ്പാൻ റിയൂട്ടേഴ്സ് ടാങ്കൻ ഇൻഡെക്സ്, UK റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, USA ബിൽഡിംഗ് പെർമിറ്റ്സ്, കാനഡ ഹൗസിംഗ് സ്റ്റാർട്ട്സ്. ഇത്രയും ഈവൻറ്റുകളാണ് അല്ലെങ്കിൽ ഇത്രയും ഡാറ്റകളാണ് ഇന്ന് റിലീസാവാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 2 കമ്പനികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. AB ഇൻഫ്രാബിൽഡ്, ശ്രീ വെങ്കടേഷ് റിഫൈനറീസ്. ഈ 2 കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് അനൗൺസ് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുവിധം കമ്പനികൾക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ദെൻ ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്നത് ഒത്തിരി കമ്പനികളുണ്ട്. ആർട്ട് ഇന്ത്യ, സൺ TV, ABC ക്യാപിറ്റൽ, സെയിൽ, ABFRL, RBL ബാങ്ക്, ബന്ധൻ ബാങ്ക്, PNB, ബയോകോൺ, PEL, ബി സോഫ്റ്റ്, NMDC, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, LIC ഹൗസിംഗ് ഫിനാൻസ്, GNFC, മണപ്പുറം ഗ്രാനുവൽസ്. ഇത്രയും കമ്പനികളാണ് ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്നത്. സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബാൻ ബാധകമാവുന്നത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,595 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,236 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 359 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റിലേക്ക് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,184 ഓപ്പണായി 40 പോയിൻ്റ് നഷ്ടത്തിൽ 24,144 ക്ലോസ് ചെയ്തു. അതായത് 24,000-ൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് സർവൈവ് ചെയ്തിരുന്നു. 24,000 പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് താഴെ പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 159 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടായിരുന്നത്. അതേപോലെ ഈ മാസത്തിൽ 887 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ വെർജിൻ CPR ആണ് വന്നത്. അതായത് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആണ് വന്നിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് പൊളിക്കാം. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 15.44-ലാണ്. വളരെ മികച്ച ഒരു വിക്സിൻ്റെ അവസ്ഥയും ഉണ്ട്. നമുക്ക് 13 മുതൽ 20 വരെയുള്ളതാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ മികച്ച വിക്സായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയാണുള്ളത്. ദെൻ
പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.64 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി അതൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ ഈ മീറ്ററിൻ്റെ ഒരു പോയിൻറ്റിങ് കണ്ടാൽ അറിയാം, ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ന്യൂസിനെ ബേസ് ചെയ്തിട്ടില്ല, ഗ്ലോബൽ ക്യൂസിനെ ബേസ് ചെയ്ത് പോകുമ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ഇന്ന് ഒരു ഹ്യൂജ് ക്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 69 ലക്ഷമാണ്, 24,500 അതുള്ളത്. ദെൻ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 68 ലക്ഷമാണ്, അത് 24,000 വന്നിട്ടുള്ളത്. ദെൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റി 159 പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 44 പോയിൻ്റ് നഷ്ടത്തിൽ. സെൻസെക്സ് 40 പോയിൻ്റ് പ്രോഫിറ്റിലാണ് ഈ ഫോളിനിടയിലും ഇന്നലെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 78 പോയിൻ്റ് നഷ്ടത്തിലാണ് ഇന്നലെ നമുക്ക് ക്ലോസിങ് കിട്ടിയത്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇന്ന് നാരോ CPR ആണ് വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റൊരു കോമ്പിനേഷൻ ഇവിടെ വന്നിരിക്കുന്നത് CPR നോട്ടറേറ്റ് സോണിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഹ്യൂജ്, അത് പരക്കം പാച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡേ ലോയും ഡേ ഹൈയും രണ്ടും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടാറുള്ളത്. അല്ലെങ്കിൽ എക്സ്ട്രീംലി നാരോ റേഞ്ച് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടാറുള്ളത്. അതിന് ഇന്ന് സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി ഗ്യാപ്പ് അപ്പ് കൺഫേം ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും എല്ലാ സംഭവങ്ങളും ഗ്യാപ്പ് അപ്പ് കൺഫേം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി അത് ഒരു കൺഫേം ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നല്ലൊരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടും എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ഹൈയിൽ നിന്നും വളരെ ഉയരത്തിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. അതേപോലെ ഇന്നലത്തെ ഡേ ലോയിൽ നിന്നും വളരെ നല്ല രീതിയിൽ താഴോട്ടായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും പറയുന്നു. സോ ഓപ്പണിങ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് എവിടെ ഓപ്പൺ ആയിക്കഴിഞ്ഞാലും ഹെവി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണും അതേപോലെ CPRും കൂടി കോമ്പിനേഷൻ നമ്മളോട് പറയുന്നത്. ഇനി ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യത ഉള്ളത് 79,744 ഡേ ഹൈ വരാൻ സാധ്യതയുള്ള 78,468 അപ്പോൾ ഇത്രയും ഏകദേശം നല്ല രീതിയിലുള്ള 1,300-1,400 പോയിൻറ്റിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു റേഞ്ചാണ് ഇന്നത്തേക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ മുകളിലോട്ട് യെസ്റ്റർഡേ ഹൈ മാത്രമാണ് ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അതേ താഴോട്ട് പോവുകയാണെങ്കിൽ ഈ യെസ്റ്റർഡേ ലോവും റാസ് ലെവൽസിൻ്റെ S1 ഉള്ള ഈ ഒരു സോണിൽ ഒരു പെർഫെക്റ്റ് സപ്പോർട്ട് കിട്ടും. കാരണം വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യും. 924,895 എന്ന ഈ ഒരു ലെവലിൽ 79,900 എന്നുള്ളത് നമുക്ക് കണക്കൂട്ടാം. ആ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. ഇൻ കേസ് താഴോട്ട് പോവുകയാണെങ്കിൽ, ഇനി അതല്ല ന്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൊട്ടിത്തകർന്ന് താഴെ പോവുകയാണെങ്കിൽ 78,468 വരെ മാർക്കറ്റ് ഇറങ്ങി വന്നേക്കാം. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ കാര്യമായ റെസിസ്റ്റൻസ് യെസ്റ്റർഡേ ഹൈ ആണ്. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ 79,744 വരെയും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ റാസ് ലെവൽസിൻ്റെ റേഞ്ച് പ്രകാരമാണെങ്കിൽ ഇന്നത്തെ ഒരു ഡേ മാക്സിമം വരാനുള്ളത് 79,491 അതുപോലെ ഇന്നത്തെ മാക്സിമം ഡേ ലോ വരാനുള്ളത് 78,657 ഏകദേശം ഒരു 900 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 800 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചാണ് റാസ് ലെവൽസ് വന്നിട്ടുള്ളത്. എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇതൊക്കെ ചിലപ്പോൾ തെറ്റുന്ന രീതിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോ ലൈവ് മാർക്കറ്റിൽ ഡാറ്റ അനലൈസ് ചെയ്യുക, ട്രെൻഡ് എങ്ങോട്ടാണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഈ ഡാറ്റയായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഒഴിവാക്കിയേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് ഒരൊറ്റ ദിവസമാണ് ഈ ആഴ്ചത്തെ വർക്കിംഗ് ഡേ ഉള്ളത്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.